100 ഡേയ്സ് ഫാറ്റ് ലോസ് ചലഞ്ച് ഇന്ന് ഡേ 1 ആണ്. വെൽക്കം ബാക്ക്. ഡേ 1 ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ കഴിഞ്ഞ കുറച്ച് മാസത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, എത്രമാത്രം എക്സ്പെൻസീവ് ആയിരുന്നു, അൺഹെൽത്തി ആയിരുന്നു, എത്രത്തോളം കാലറി കൂടുതൽ കഴിച്ചു എന്നുള്ളതുമാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം അൺഹെൽത്തി ആയിരുന്നു, ആ കാരണങ്ങളാൽ എത്രമാത്രം ഫാറ്റ് എൻ്റെ ബോഡിയിൽ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, കുറേ നാളായി ഒരു സർജറിയുടെ പേര് പറഞ്ഞു, പ്രോപ്പർ ഡയറ്റൊന്നും അല്ലാതെ ഇതിങ്ങനെ നടക്കുകയാണ്. കുറേ നാളായി നല്ല ഫാറ്റ് കയറിയിട്ടുണ്ട് ബോഡിയിൽ. സോ എൻ്റെ ഈ ഒരു കുറച്ച് സീരീസ്, എൻ്റെ സർജറി കഴിഞ്ഞ് റെസ്റ്റ് വരെയുള്ള സീരീസ് ഞാൻ വീക്കിലി മാക്സിമം ഒരു 3 വീഡിയോ എങ്കിലും ഇടാൻ നോക്കും. ഡെയിലി വ്ളോഗായിട്ട് തന്നെ ഫുഡിൻ്റെ സ്റ്റൈൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം എനിക്ക് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റും. വെയിറ്റ് ട്രെയിനിങ് ഒന്ന്, രണ്ടാമത് വാക്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബാക്കി മാക്സിമം ഫുള്ള് ഡയറ്റാണ് ഫോക്കസ്. സോ അതെങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്ത് പോവാം എന്നുള്ള ഒരു സെഗ്മെൻ്റ് ആയിരിക്കും ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോ. ഓക്കെ, വെൽക്കം ടു മൈ ഡെയിലി വ്ളോഗ്. എനിക്ക് വേറൊരു ചാനലുണ്ട് കേട്ടോ, വിഷ്ണു ടേസ്റ്റ് ആൻഡ് ട്രാവൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം റീസെൻ്റായിട്ട് തുടങ്ങിയുള്ളൂ. ഓക്കെ, ജസ്റ്റ് മോർണിംഗ് വാക്കാണ്. രാവിലെ മോർണിംഗ് വാക്കിന് പോകണം, എഴുന്നേറ്റു പോകണം. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇന്ന് മുതൽ ഞാൻ ജിമ്മിലുള്ള ഫിറ്റ്നസ് ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്തു. ഇതൊക്കെ കാരണമാണ്. പിന്നെ അതുമല്ല ഒന്ന് ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നില്ല, അതാണ് പ്ലാൻ. ഫ്രീലാൻസായിട്ട് ഓൺലൈൻ ക്ലയൻസിന് മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ കുറേ പ്രിപ്പറേഷനുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിൻ്റെ പുറകിലായിരിക്കും. അതെല്ലാം ഡെയിലി വ്ളോഗായിട്ട് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇന്ന് മുതൽ. ചേട്ടാ ഒരു ചായ. എൻ്റെ വീട്ടിലെ ഫേവറേറ്റ് പ്ലേസ് ഇത് ചായ കുടിച്ചില്ലേ, അത് എൻ്റെ കുറച്ച് നാളത്തോളം ശീലമാണ്. അതിനി പതുക്കെ എനിക്ക് ഡ്രോപ്പ് ചെയ്യണം. ചായ കുടി ശീലം നിർത്തണമെന്നൊന്നും വലിയ ഇതൊന്നുമില്ല. ഞാൻ പണ്ട് കോഫി മാത്രമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. കോഫിയിലെ ചെറിയ പ്രശ്നങ്ങൾ എനിക്കുണ്ടായി തുടങ്ങി. ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അതൊരു പഴയൊരു ശീലത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സോ അതെനിക്ക് പതുക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം, എണ്ണങ്ങൾ കുറയ്ക്കണം. ഞാനൊരു മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യണം. ഒരു ബാങ്കിൻ്റെ റിലേഷൻഷിപ്പ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ അവിടെ ഇവിടെയൊക്കെ. അപ്പം അവിടെ ഇവിടെയൊക്കെ നിന്ന് ചായ കുടിയും പരിപാടിയും സ്ട്രെസ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഹോട്ടലിൽ നല്ല ഫുഡ് കഴിപ്പ്. സോ അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ എങ്ങനെയാണ് എനിക്ക് പോകണതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് പതുക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു സാധാരണക്കാരൻ തന്നെ. നോട്ടൈം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. വർഷങ്ങളായിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ലെഗ് കാണും. സോ കുറച്ച് നാളായിട്ട് അതും ഇതെന്തെങ്കിലുമൊക്കെ കഴിച്ചു. സോ ഓഫീസ് ടൈമായി, 10 o'clock എത്തണം. സോ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യണം, നേരെ പോകണം. 3 eggs, ഒരു ബനാനയാണ്. ഈ വീഡിയോ നമ്മുടെ മാർക്കറ്റിംഗ് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ കൂടെയാണ്. കാരണം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാനുണ്ട് ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ നമുക്ക് മേക്ക് ചെയ്യാം, അതെങ്ങനെ നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് പോകാം എന്നുള്ളൊരു വീഡിയോയും കൂടെയാണ്. സോ ഈ സീരീസിൽ ലാസ്റ്റ് വരെ നിങ്ങൾ കാണും എന്ന് വിചാരിക്കുന്നു. ഈ സപ്പോർട്ട്. ഓക്കെ അല്ലേ? ടൈമായി. ഒരുപാട് ഒബേസൊക്കെ ആയി, നല്ല രീതിയിലുള്ള
ഫാറ്റ് ഡെപ്പോസിറ്റ് ആയതുകൊണ്ട്. സോ സ്റ്റേ ഹെൽത്തി ഗൈസ്. കേരള അതേമാതിരി ഫോൺ ബാക്കിൽ ഫോൺ മനസ്സിലായില്ല. എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ ഫോണിന്. സോ കണ്ടല്ലോ കുറേ ഫുഡും കാര്യങ്ങളും ഇങ്ങനെ ഓഫീസിലെ സ്നാക്സ് അത് ഇതെല്ലാം അവോയ്ഡ് ചെയ്യായിരുന്നു എനിക്ക്. ബട്ട് ഞാൻ പഴയ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് വന്ന പോലെ എനിക്ക് പെട്ടെന്നല്ല നേരത്തെ ഇങ്ങനെ ഫീൽ ചെയ്ത് വന്നു. 39 ഷർട്ട് 40 ആയി. 40 ഷർട്ടാണ് ഞാൻ നോർമലി ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഭയങ്കര ടൈറ്റായി. ഇപ്പം ഒബൈസൊക്കെ നല്ലോണം ചാടി ഇരിക്കുമ്പോൾ ഇത്ര ഒബൈസ്. അപ്പം ടൈറ്റ് ഷർട്ടൊക്കെ ബട്ടണൊക്കെ ഇങ്ങനെ ഓപ്പൺ ആവും. 10th നവംബറാണ്. സോ കുറച്ച് ദിവസം എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല. സോ വാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അന്ന് ഞാൻ കഴിച്ച കാലറി, അന്ന് അൺഹെൽത്തി ആയിട്ട് കഴിച്ച കാലറി 2526. എനിക്ക് വേണ്ടത് വെറും 2000 കാലറിയാണ് ആവശ്യം. 2100 കാലറി മീൻസ് ഒരു ജോലിയും ചെയ്യാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. സോ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തില്ല. ഇത് മിക്ക ദിവസവും ഇതിൻ്റെ കാലറി മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എനിക്ക് തോന്നുന്നു 2500 മേളിലാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ താഴെ ഇതുവരെയും പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. സോ എൻ്റെ പ്രോട്ടീൻ ഇൻടേക്ക് വളരെ ലോ ആയിരുന്നു. 100 ഗ്രാം ആയിരുന്നു. ഫാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലോ മീൻസ് മെയിൻ്റനൻസ്. പെർ കിലോ വെയ്റ്റിന് 1 ഗ്രാം പ്രോട്ടീൻ മാത്രമാണ് എടുത്തുകൊണ്ടിരുന്നത്. അതും നോൺ വർക്കൗട്ടായിരുന്നു. ഫാറ്റ് ഹൈ ആയിരുന്നു. 137 ഗ്രാം ഫാറ്റായിരുന്നു. അതും അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്. കാബ്സ് 228 ഗ്രാം കാബ്സ്, ഹെവി, ഭയങ്കര ഹെവി ആയിരുന്നു. സോ ഫൈബർ അൺഹെൽത്തി ആയിട്ടുള്ള ഫൈബർ, എല്ലാം അൺഹെൽത്തി ആയിട്ടുള്ള 21 ഗ്രാം ഫൈബർ. സോ നമുക്ക് ഇനിയുള്ള വരുന്ന അങ്ങോട്ടുള്ള വീഡിയോയിൽ കറക്റ്റ് കാബ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ, കാബ്സല്ല ഫുൾ കാലറി കാൽക്കുലേറ്റ് ചെയ്ത് മാക്രോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകണമെന്നൊക്കെ പഠിക്കാം. ഞാൻ ഇപ്പോഴും പ്രോപ്പറായിട്ടൊരു ഡയറ്റിൽ എത്തിയിട്ടില്ല. കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഫുഡിൽ നിന്ന് തന്നെ നല്ല ന്യൂട്രീഷൻസൊക്കെ എടുത്ത് പതുക്കെ പോകാമെന്നുള്ള രീതിയിലാണ്. 400 സംതിങ് ഡെയിലി യൂസ് ചെയ്യുന്ന ടൈം ഉണ്ടെങ്കിൽ നമുക്ക് 200 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നല്ലൊരു ഡയറ്റ് പ്ലാൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഫോക്കസിലാണ് ഞാൻ. നോർമൽ ലൈഫ് സ്റ്റൈലായിരിക്കും എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഫാൻസി ഡയറ്റിലോട്ട് പോകാൻ താല്പര്യമില്ല. അതെനിക്ക് ലോങ് ലൈഫിൽ കൊണ്ടുപോകാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ബാലൻസ് മീൽ കീപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നത്. സോ എൻ്റെ ഗോളെന്ന് പറയുന്നത് ഒരു അത്ലറ്റിക് ഫിസിക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ 100 days ചാലഞ്ചിൽ എൻ്റെ ഗോള്. സ്റ്റേ ട്യൂൺ.